ഹായ് ഡിയേഴ്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സിമ്പിളായിട്ടുള്ള മേക്കിംഗ് വീഡിയോ ആണ്. ഇതേപോലെയുള്ള ഒരു മെമ്മറി വയറിൻ്റെ ഒരു റിങ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഇതേപോലെയുള്ള 2 ജംപ് റിങ്സും ഒരു മെറ്റലിൻ്റെ ഹാങ്ങിങ്സും. ഓക്കെ, അതിനുശേഷം ഈ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്ന ചെയിൻ ഉണ്ടല്ലോ, അത് ചെറിയൊരു പീസ് എടുക്കുക. ഹാങ്ങിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ബട്ടർഫ്ലൈയോ അല്ലെങ്കിൽ വല്ല ബീഡ്സ് വെച്ചിട്ട് ഹാങ്ങിങ്സ് ചെയ്താലും മതി. അതിനുശേഷം 6 mm സൈസ് വരുന്ന ഏതെങ്കിലും ഒരു കളർ ബീഡ് എടുക്കുക. അതിനുശേഷം നമ്മുടെ നോർമൽ ടൂൾസ് എടുക്കുക. കട്ടറും അതുപോലെ തന്നെ പ്ലെയറും റൗണ്ട് നോസ് പ്ലെയറുമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു ഗീവ് അവേ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രീ കിറ്റ് വരുന്നുണ്ട്. ഗീവ് അവേയുടെ കണ്ടീഷൻസൊക്കെ ഒരു വീഡിയോയിൽ നമ്മൾ എന്തായാലും പെട്ടെന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഫ്രീ കിറ്റ് ഒരുപാട് ഫ്രീ കിറ്റുകളുണ്ട് കേട്ടോ, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഐറ്റം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ റൗണ്ട് നോസ് പ്ലെയർ വെച്ചിട്ട് ഇതുപോലെ ബെൻഡ് ചെയ്ത് ആ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, ആ ഒരു ലൂപ്പ് അവിടെ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ലൂപ്പ് ചെയ്ത് കൊടുത്തിട്ട് സിമ്പിളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ബീഡ്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രീ കിറ്റ് എന്ന് പറയുന്നത് അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഈ വരുന്ന വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ലൂപ്പ് ചെയ്തെടുക്കുക. ആ ലൂപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ 6 mm വരുന്ന മൾട്ടി മാറ്റിൻ്റെ ബീഡ്സാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ബീഡ്സാണ്, നോർമൽ പേൾ ബീഡ്സാണ് അവൈലബിൾ എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നോർമൽ പേൾ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്രിസ്റ്റൽ ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്ലാസ് ബീഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് ടൈപ്പ് ഓഫ് ബീഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഗം ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഹെയർ ബോയിലൊക്കെ ചെയ്യുന്ന കണക്കിന് ഗം ഉപയോഗിച്ച് B7000 6000 ഗം ഉപയോഗിച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എൻഡ് വരെ ഒരു 2 ബീഡ് ആഡ് ചെയ്യാനുള്ള ഗ്യാപ്പ് വിട്ടതിന് ശേഷം എന്ത് ചെയ്യുക, അതവിടെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആ ഒരു ലൂപ്പ് ചെയ്തെടുത്തതുപോലെ തന്നെ റൗണ്ട് നോസ് പ്ലെയർ ഉപയോഗിച്ചിട്ട് ഒരു ലൂപ്പ് ചെയ്തെടുക്കുക. ഫസ്റ്റ് ലൂപ്പ് ചെയ്തതിനേക്കാളും കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും നമുക്ക് അടുത്ത ലൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ബീഡ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്തതിന് ശേഷമാണ് ലൂപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് ചെയ്തെടുക്കാം. മെമ്മറി വയർ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എന്താ പറയുക, ഇത് ബെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അതിങ്ങനെ ഒന്ന് വളഞ്ഞ് കിട്ടാൻ. നോർമൽ പ്ലെയർ ആണെങ്കിലും നമുക്ക് വളഞ്ഞ് കിട്ടും. ആ ഒരു ഷേപ്പിൽ ചിലപ്പോൾ കിട്ടാൻ എന്താ പറയുക, കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും എന്നുള്ളൂ കേട്ടോ. അല്ലാതെ വലിയ പ്രശ്നമൊന്നും വരില്ല. നോർമൽ പ്ലെയർ ഉള്ളവർക്ക് അത് വെച്ചിട്ടും ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, എന്താ പറയുക, ഗമ്മ് വെച്ച് നമുക്ക് ബീഡ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഹാങ്ങിങ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു സെയിം ചെയിൻ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചെയിനിൽ ഇതുപോലെ ഹാങ്ങിങ്ങോ അല്ലെങ്കിൽ ഒരു ബീഡ് വലിയ സൈസിൽ വരുന്ന മുത്തുണ്ടാവുമല്ലോ, അത് ഒരു ഹാങ്ങിങ് പോലെ ചെയ്തിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മെറ്റലിൻ്റെ എന്താ പറയുക, ഹാങ്ങിങ്സ് തന്നെ നമ്മുടെ സ്വന്തം മക്കൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ മെറ്റലിൽ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് ബീഡ്സ് എന്തെങ്കിലും വെച്ച് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മെറ്റലിൻ്റെ ഹാങ്ങിങ്ങോ അതല്ലെങ്കിൽ കാണാൻ നല്ല എന്താ പറയുക, നല്ല ബീഡ് വെച്ചിട്ട് ഹെഡ് പിന്ന് വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂസ് വയർ വെച്ചിട്ടോ ഹാങ്ങിങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു മെറ്റലിൻ്റെ ആ ഒരു ലോക്കറ്റ് ആ ഒരു ജംപ് റിങ്ങിൽ ആഡ് ചെയ്തിട്ട് അതിനെ ആ ഒരു ചെയിൻ ഉണ്ടല്ലോ, ആ ഒരു ചെയിനിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അതിന് ശേഷം വേറൊരു ജംപ് റിങ് അതിൻ്റെ മറ്റേ എൻഡിൽ ആ ഒരു ചെയിനിൻ്റെ അടുത്ത എൻഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എത്രമാത്രം ലെങ്ത്തിലാണ് ആ ചെയിന് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് അത് ഹാങ്ങിങ്സ് ആ ഒരു ജംപ് റിങ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചെയിന് കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി, അതുകൊണ്ടാണ് ആ ഒരു ചെയിനിൻ്റെ മിഡിലിൽ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ 2 ചെയിനിലും 2 ഹാങ്ങിങ്സ് എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സെയിം 6 mm ബീഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇതേപോലെ ഹാങ്ങിങ്സ് ഉണ്ടാക്കാം. നമ്മുടെ ഹെഡ് പിന്നേക്കാളും കുറച്ചുകൂടി ചെറിയ ബീഡ്സിന് കുറച്ചുകൂടി നല്ലതായിട്ടുണ്ടാവുക ഫ്യൂസ് വയർ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്ത ചെയിനിൻ്റെ ലെങ്ത്ത് കൂടിയ കാരണമാണ് ഞാൻ ആ ഒരു സെൻറ്റർ പോർഷനിൽ ആ ഒരു ജംപ് റിങ് ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം എന്താ പറയുക, എക്സ്ട്രാ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ചെയിനിൻ്റെ, അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
കട്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടറുണ്ട് കട്ട് ചെയ്താൽ കട്ടാവും കേട്ടോ. ഇനിയിപ്പോൾ കട്ടർ എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ആ ഒരു പ്ലെയർ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കുന്നത്. അതൊന്നും ഇങ്ങനെ അതിനൊരു ജോയിൻ്റ് ഉണ്ടാവും. ആ ഒരു ജോയിൻ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അകത്തിയെടുത്താലും മതി. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കട്ടർ എടുക്കാനുള്ളൊരു മടി കൊണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കട്ടർ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ടാവും. ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ 2 പ്ലെയർ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ചെയ്ത് കൊടുത്താലും മതി. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ജംറിങ് വെച്ചിട്ട് ഒരു എൻഡിൽ, ആ ഒരു ബാങ്കിൽ നമ്മൾ ചെയ്തതിൻ്റെ ഒരു എൻഡിലാണ് നമ്മളിതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ബീഡ് വെച്ചിട്ടാണ് എന്താ പറയുക ഈ ഒരു ഐറ്റം എത്രമാത്രം ഭംഗി ഉണ്ടാവുക എന്ന് പറയില്ലേ, അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബീഡിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടിരിക്കും. നമ്മളിപ്പോൾ ക്രിസ്റ്റൽ ബീഡൊക്കെ വെച്ചിട്ട് ഇടയിൽ സ്റ്റോണിൻ്റെ സ്പേസർ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിലും ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നിങ്ങൾ കരിമണിയുടെ ബ്രേസ്ലെറ്റ് ചെയ്യുന്ന പോലെ കരിമണി ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിലും ഇത് നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി അതെല്ലാം നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. താങ്ക് യു.